ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പൊട്ടാറ്റോ ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. സ്കൂളിലെ ലഞ്ച് ബോക്സിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പൊട്ടാറ്റോ ഫ്രൈ റെസിപ്പിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പൊട്ടാറ്റോ ഇത് കണക്ക് നമുക്ക് നീളത്തിലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല ചൂടായ വെള്ളത്തിലിട്ട് നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം. ഇത് നമ്മളിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം വേറൊരു പാത്രം എടുത്ത് അത് നല്ല രീതിയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിലും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തെടുത്ത് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ സ്ലൈസ് എടുത്തിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുക. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലെന്നും പറയുന്നതൊക്കെ എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.